ചേട്ടാ, ജോലി ആവശ്യത്തിന് കോഴിക്കോട് നഗരത്തിലെത്തിയ കണ്ണൂർ കാസർഗോഡ് സ്വദേശികളായ 2 യുവാക്കൾ. ഇവരുടെ പക്കൽ നിന്ന് ഡാൻസ് ഓഫ് സംഘം സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരു വസ്തു കണ്ടെടുക്കുന്നു. ഇത് MDMA ആണെന്ന് പറഞ്ഞ് ഇവരെ ജയിലിലേക്ക് അയക്കുന്നു. പിന്നീട് 150 ദിവസത്തോളം ജയിൽവാസത്തിന് ശേഷമാണ് ഇതിൻ്റെ രാസപരിശോധനാ ഫലം വരുന്നത്. അപ്പോൾ തെളിയുന്നത് ഇത് MDMA അല്ല, കൽക്കണ്ടമാണെന്നാണ്. പലാവർത്തി ഇവർ മജിസ്ട്രേറ്റിന് മുന്നിലടക്കം പറഞ്ഞു ഇത് കൽക്കണ്ടമാണ്, MDMA അല്ല എന്ന്. പിന്നീട് ഈ 150 ദിവസത്തെ, അതായത് 5 മാസത്തിലധികം ജയിൽവാസത്തിന് ശേഷം പുറത്തു വരുന്നത് ഇത് കൽക്കണ്ടമായാണ്. എന്താണ് അവസ്ഥ? ഒരു നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥർക്കും പ്രഥമ ദൃഷ്ട്യ MDMA കണ്ടാൽ അറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. MDMA കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റാത്തവരെ ഈ പണി ഏൽപ്പിക്കാൻ പാടില്ല. MDMA എന്താണ് എന്നുള്ളത് ആദ്യം പഠിച്ചിരുന്ന് അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്ന ആളുകളെ മാത്രമേ ഇത് ഏൽപ്പിക്കാൻ പാടുള്ളൂ. പിന്നെ പ്രാഥമികമായിട്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടാൽ മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഒരുപാട് ചെറുപ്പക്കാരുടെ ജീവിതം ഇവരിങ്ങനെ കളയുന്നുണ്ട്. MDMA എന്ന് പറഞ്ഞപ്പോൾ വെളുത്ത പൊടി എന്ത് കണ്ടാലും അത് MDMA ആണെന്ന് പറയുന്നത് എങ്ങനെയാണ് ശരിയാവുക? വെളുത്ത പൊടിയിൽ വരുന്ന സുഗന്ധദ്രവ്യങ്ങളുണ്ട് വിദേശത്ത് നിന്ന്. അതൊക്കെ ചെറിയൊരു നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ പനമ്പ പോലെയുള്ളത്, പനയുണ്ടല്ലോ, പനയോല വെച്ച് കെട്ടി അതിനകത്ത് വെച്ചിട്ട് നമ്മുടെ ഈ വാഹനത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എയർ ഫ്രഷ്നർ പോലെ അത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. നല്ല ഗന്ധമാണ്. MDMA സമാനമായ രൂപമാണ്. അത് നല്ല ഗന്ധമാണ്, നല്ല സുഗന്ധദ്രവ്യം പോലെ ഇരിക്കും. വാഹനത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ, ചില വാഹനത്തിലൊക്കെ ഞാനത് കണ്ടിട്ടുണ്ട്. ഇത് നമ്മളത് നനഞ്ഞു കഴിഞ്ഞാൽ ഇതായിപ്പോവും, ഇല്ലായ്മയായി പോവും. അങ്ങനെ ഒരു സംഗതിയുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഇവർ ഇതിങ്ങനെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത് 2022 ഒക്ടോബർ 24 മലപ്പുറത്ത് മണിയാണിരിക്കടവ് പാലത്തിൽ ഇവരിതുപോലെ ചെയ്തു ഡാൻസ് ഓഫ്. അവർ ചെയ്തത്, അന്ന് പിടിച്ചത് മുബഷീർ, റിഷാദ്, അതുപോലെ തന്നെ ഉബൈദുല്ല, ഇങ്ങനെ പിന്നെ ഷെഫീഖ്, ഈ 4 പേരെയാണ് പിടിച്ചത്. അന്ന് പിടിച്ചത് 2022 22 ഒക്ടോബർ 24 മലപ്പുറത്ത് നിന്ന് പിടിച്ച MDMA എന്ന് പറഞ്ഞ് പിടിച്ച ഇവരെ ഇത്രയും പേരെയാണ്. ഈ സാധനം കൊണ്ടുവന്ന മുബഷീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന, ഞാൻ പറഞ്ഞില്ലേ എയർ ഫ്രഷ്നർ പോലെ ഉപയോഗിക്കാൻ കൊണ്ടുവന്ന സാധനമാണെന്ന് MDMA എന്ന് പറഞ്ഞ് ഡാൻസ് ഓഫ് പിടിച്ചത്. ഈ ചെറുപ്പക്കാരൻ 88 ദിവസം അകത്തായിരുന്നു. 88 ദിവസം ഇത്രയും പേരെ പിന്നെ ഡാൻസ് ഓഫ് അകത്തിട്ടു, പിടിച്ചകത്തിട്ടു. MDMA 100 ഗ്രാമിന് മേളിലെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു ലാബിൽ പരിശോധിച്ചു. ആ ലാബിൽ പരിശോധിച്ചപ്പോൾ ലാബ് പറഞ്ഞു ഇത് MDMA അല്ല എന്ന് പറഞ്ഞു. രണ്ടാമത് വീണ്ടും പരിശോധിച്ചു, അപ്പോഴും MDMA അല്ല എന്ന് തെളിഞ്ഞു. പിന്നെ ഇവർ കോടതിയിൽ കൊണ്ടുപോയി റിപ്പോർട്ട് കൊടുത്തു, ഞങ്ങൾക്ക് സംശയമുണ്ട്, ഇത് ബാംഗ്ലൂരുവിൽ പരിശോധിക്കണമെന്ന് പറഞ്ഞ് ബാംഗ്ലൂരിലെ ലാബിലേക്ക് വിട്ട് വീണ്ടും നീട്ടി വരുത് ഭയങ്കരമായിട്ട്. ഇതിൽ തന്നെ സംഭവിച്ചൊരു കാര്യം, ഇതിലെ ഷെഫീഖ് എന്ന് പറയുന്ന ആൾ, അന്നത്തെ ഈ പിടിച്ചതിലെ ഷെഫീഖ് KSEBയിലെ കരാറുകാരനായിരുന്നു. അയാളുടെ ബിസിനസ് മൊത്തം പൊളിഞ്ഞു പോയി. ഇയാൾക്ക് അത് KSEBയിലെ കരാറുകാരനാണെന്നിരിക്കെ ഇയാളെ ഈ ലഹരി വസ്തുവുമായി പിടിച്ചതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ബില്ലുകളൊന്നും മാറാതായിപ്പോയി, വലിയ സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോയി. ഇതിൽ ഉൾപ്പെട്ട ഒരാളുടെ ഭാര്യ പിണങ്ങിപ്പോയി. ഈ കേസിൽ പിന്നെ പ്രശ്നം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്, ഇങ്ങനെയുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് ഭാര്യ പിണങ്ങിപ്പോയി, ഒരു കുടുംബം തകർന്നു. പിന്നെ ഇതിൽ ഒരാളുടെ വിദേശത്തെ ജോലി നഷ്ടപ്പെട്ടു പോയി. 88 ദിവസമാണ് ഇത്രയും പേര് അകത്ത് കിടന്നത്. എങ്ങനെയാണ് ഇവർ ഇതിനൊരു കോമ്പൻസേറ്റ് ചെയ്യുന്നത്? അവരന്നേരവും പറയുന്നത് ഞങ്ങൾക്ക് ഇനി 3ാമത്തെ ലാബിൽ പരിശോധിക്കണമെന്ന്. 3ാമതൊരു ലാബിൽ കൂടി പരിശോധിക്കണം. ഇത് വ്യക്തിവൈരാഗ്യം തീർക്കാനുള്ള ഒരു അവസരം അല്ല. ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതല്ല, ഇവരെ എടുത്ത് ചാട്ടം. അതാണ് ഇവരുടെ പ്രശ്നം. ഒരു സാധനം കിട്ടിയാൽ ഉടനെ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സമീപത്ത് ഇവരുടെ ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കും. പിന്നെ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നേരെ എടുത്ത് ഏതെങ്കിലുമൊക്കെ മീഡിയക്കാരെ വിളിച്ച് അങ്ങ് ഇട്ട് കൊടുക്കും. ഈ മീഡിയക്കാരൻ എന്താണെന്ന് വെച്ചാൽ വാർത്തയില്ലാതെ വെറുതെ കുത്തിയിരിക്കുന്ന സമയമായിരിക്കും, ചിലപ്പോൾ ഞായറാഴ്ച വല്ലതും ആയിരിക്കും. ഈ ഞായറാഴ്ച പൊതുവെ വാർത്തകളൊന്നും ഉണ്ടാവാറില്ല, വലിയ വാർത്തകളൊന്നും ഉണ്ടാവാറില്ല. വാർത്തകൾക്ക് വളരെ ക്ഷാമം അനുഭവിക്കുന്ന ഒരു ദിവസമാണ് ഞായറാഴ്ച. ഈ ഞായറാഴ്ചയ്ക്ക് ഒരു കൊലപാതകം പോയി ചെയ്തു നോക്കുക, അഭിഷേക് ഒരു കൊലപാതകം ചെയ്തു നോക്കുക. അഭിഷേക് അന്നത്തെ ദിവസം താരമായിരിക്കും, നിറഞ്ഞിരിക്കും രാവിലെ മുതൽ കാര്യമായിട്ട്. അന്നത്തെ ദിവസം പോലെ രാവിലെ മുതൽ രാത്രി വരെ അഭിഷേകിൻ്റെ കഥകളായിരിക്കും ചർച്ച ചെയ്യപ്പെടുന്നത്. അതേസമയം അഭിഷേക് നിയമസഭയിൽ വലിയ പ്രശ്നം നടക്കുന്ന ഒരു കൊലപാതകം നടത്തി നോക്ക്, അല്ലെ ഇലക്ഷൻ്റെ റിസൾട്ട് നടക്കുന്ന ദിവസം ഒരു കൊലപാതകം നടത്തി നോക്ക്, പോളിംഗ് നടക്കുന്ന ദിവസം ഒന്ന് നോക്ക്, ആരും അറിയത്തില്ല. അഭിഷേക് ഒരു കൊലപാതകം നടത്തി എന്നുള്ള വിവരം താഴത്തെ ഒരു സ്ക്രോളിൽ കൂടി ഇങ്ങനെ നീങ്ങിപ്പോൾ അത് പോയിട്ട് ഒരു ലെൻസ് വെച്ച് നോക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെയുള്ള വാർത്തകൾ കയറി ഇവരെന്ത് വലിയ കഥയായിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കും മീഡിയക്കാർക്ക്. എന്നാൽ അവരതിനെ ക്രോസ് ചെക്ക് ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ചെയ്തെടുത്തൊരു വാർത്തയാക്കി കളയും. ഇവിടെയും സംഭവിച്ചത് അതാണ്. ഇവിടെ സംഭവിച്ചത്, ഞാൻ നടക്കാവിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം നവംബർ 26 ഈ സംഭവം ഉണ്ടാകുന്നത്. ഇതിലുൾപ്പെട്ട 2 ചെറുപ്പക്കാർ, ഒന്ന് കാഞ്ഞങ്ങാട് സ്വദേശിയായിട്ടുള്ള ബിജു, പിന്നെ
മണികണ്ഠൻ, കണ്ണൂർ വാരം, പിന്നെ നമ്മുടെ RW കോളനിയിൽ താമസിക്കുന്ന മണികണ്ഠൻ ഒരു ഷെഫ് കൂടിയാണ്, ഒരു കുക്ക് കൂടിയാണ്, കണ്ടെയ്നർ ഡ്രൈവറും കുക്കുമാണ്. അപ്പോൾ ഇദ്ദേഹം പിന്നെ മംഗലാപുരത്ത് ജോലി ചെയ്ത് വരികയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന് കോഴിക്കോട് നടക്കാവ് കണ്ടെയ്നർ ലോറിയിൽ ഒഴിവുണ്ടെന്ന് ഒരു വിവരം ലഭിക്കുന്നു, ജോലി അവസരം ലഭിക്കുന്നു ഉണ്ടെന്നറിയുന്നു. ഈ ജോലി അവസരത്തെക്കുറിച്ച് അറിഞ്ഞ ഈ മണികണ്ഠൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സുഹൃത്തായിട്ടുള്ള ഈ ബിജുവിനെ വിളിക്കുന്നു. ബിജുവും ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരിക്കുന്ന സമയമാണ്. ഒരു അയൽ ജില്ലക്കാരാണല്ലോ, നേരത്തെ ഡ്രൈവർമാരായിരുന്നവരായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണമുണ്ട്. ഈ ഡ്രൈവർമാരുടെ ഒരു പ്രത്യേകതയും അതാണ്. ഒരു ഡ്രൈവർ ഇറങ്ങി നിൽക്കുന്നതെന്ന് അറിഞ്ഞാൽ മറ്റൊരു ഡ്രൈവർ അറിയുന്നു ഒരു വണ്ടിയിൽ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രൈവറെ വിളിച്ചിട്ട് പറയും നീ പോയി TP ഓടാൻ പറയും, അതിൽ വേക്കൻസി ഉണ്ട്, നീ പോയി. അവർ തമ്മിലൊരു ഐക്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞ വർഷം നവംബർ 25 ഇവർ രണ്ടുപേരും കൂടെ പിന്നെ കോഴിക്കോടേക്ക് എത്തി, നടക്കാവിലെത്തി. ഒരു നവംബർ 25 രാത്രി 9 മണിക്ക് അവിടെ ഒരു ലോഡ്ജിൽ ഇവർ റൂം എടുത്ത ശേഷം ഇവരവിടെ അന്ന് രാത്രിയിൽ താമസിച്ച ശേഷം പിറ്റേ ദിവസം രാവിലെ ചായ കുടിക്കാൻ ഇറങ്ങിയ ഈ രണ്ടുപേരും നടക്കാവിലെ ഡിവൈഡർ പോലീസ് മറ്റേ റോഡ് ക്രോസ് ചെയ്യാൻ, ചായക്കടയിലേക്ക് പോകാൻ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഡിവൈഡറിൽ കയറി നിൽക്കവേ പോലീസ് സിവിൽ ഡ്രസ്സിലെത്തിയ ഡാൻസ് ഓഫ് ടീം ഇവരെ പുറകിൽ നിന്നും പിടികൂടി ഇവരോട് പറഞ്ഞു നിങ്ങൾ ഓടാൻ പാടില്ല, നിങ്ങളുടെ കയ്യിലുള്ള വസ്തു എടുക്കാൻ പറഞ്ഞു. ഇവർ കൽക്കണ്ടമാണ്, ഞങ്ങളിത് കഴിച്ചുകൊണ്ട് വരികയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരിത് കേട്ടില്ല. ഡാൻസ് ഓഫ് പറഞ്ഞു ഇത് MDMA ആണ്, ഇത് എവിടെ നിന്ന് കിട്ടി, ആർക്ക് കൊടുക്കാനാണ് നിങ്ങളിത് കൊണ്ടുവന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉന്നയിച്ച് ഇവരിതൊരു വലിയ വാർത്തയാക്കി മാറ്റി. 58 ഗ്രാമാണ്, 58 ഗ്രാമിന് മുകളിൽ, 58 ഗ്രാമും അതിന് ഏകദേശം കുറച്ചുകൂടി തൂക്കത്തിലുണ്ടായിരുന്നു. ഇവർ ഉടൻ തന്നെ തഹസിൽദാരെ വിളിച്ചു വരുത്തി ഇത് സീൽ ചെയ്ത് പിന്നെ MDMA ആണെന്ന രീതിയിൽ ഇവർ കേസ് രജിസ്റ്റർ ചെയ്ത് നടക്കാവ് പോലീസിനെ കൊണ്ട് FIR ഇടിയിച്ച് ഇവരെ ജയിലിൽ അടച്ചു എന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി ഇവിടെ നടന്നു. അതായത് പത്രങ്ങളിലൊക്കെ ഇത് വാർത്തയായി, മാധ്യമങ്ങളിൽ വാർത്തയായി. അതായത് 58 ഗ്രാം MDMAയുമായി ലോറി ഡ്രൈവർമാർ പിടിയിൽ എന്നായിരുന്നു ഒരു വാർത്ത. പിടിയിൽ എന്നുള്ളതായിരുന്നു ഒരു വാർത്ത. അതിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ബിജു ആണ് ഇതിലെ ബിജു മാത്യു അല്ലേ, ബിജു മാത്യു എന്നാണ് അയാളുടെ യഥാർത്ഥ പേരെന്നാണ് എൻ്റെ അറിവ്. നമുക്ക് നോക്കാം, ക്രോസ് ചെക്ക് ചെയ്യാം. ബിജു മാത്യു, അത് തന്നെ ബിജു മാത്യു ആണ് ഇതിലെ പ്രധാന ഡീലർ എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. കാസർഗോഡ് മുതൽ കോഴിക്കോട് വരെയുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ലഹരി എത്തിച്ച് നൽകുന്ന ലഹരി സംഘത്തിലെ അംഗമാണ്, പ്രധാന കണ്ണിയാണ് ബിജു മാത്യു. ബിജുവിൻ്റെ സഹായിയായ മണികണ്ഠനെയും രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീമും നടക്കാവ് പോലീസും ചേർന്ന് പിടികൂടുകയായിരുന്നു. ഇതാണ് 58 ഗ്രാം MDMA പിടികൂടി. കൽക്കണ്ടമാണെന്ന് പറഞ്ഞ് പ്രതികൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും വിശദമായ പരിശോധനയിൽ MDMA ആണെന്ന് ബോധ്യപ്പെട്ടു. ഇതൊക്കെ ആരെഴുതി വെക്കുന്ന സ്ക്രിപ്റ്റാണെന്ന് ആലോചിക്കണം. ഇവരൊക്കെ പറഞ്ഞു വിടുകയാണ്, ഈ ഡാൻസ് ഓഫിൻ്റെ ടീം വിളിച്ചിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ടത് ക്രോസ് ചെക്ക് ചെയ്യാതെ ഒരു വാർത്തയാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇവർ 151 ദിവസം ജയിലിൽ കഴിഞ്ഞു. അതിൽ തന്നെ ഈ ബിജു മാത്യുവിൻ്റെ മാതാവ് ഒരു അടി പോലും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സ്ത്രീയാണ്. അവരവിടെ സമൂഹത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടു. ഈ ബിജു മാത്യു ഒരു വിശ്വാസിയാണ്, ക്രൈസ്തവ വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ അവരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോലും പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് സമൂഹം മറ്റൊരു രീതിയിൽ കണ്ടു തുടങ്ങിയെന്ന്. അയാളുടെ ഒരു കേസിലെ പ്രതിയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു ബൈറ്റ് പുറത്തു വന്നാൽ അദ്ദേഹം പറയുന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ബസ്സിൽ കയറിയപ്പോൾ 3 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, എന്നെ കണ്ടപ്പോൾ 3 പേരും മുന്നോട്ട് നീങ്ങിക്കളഞ്ഞെന്ന് നോക്കാതെ. വല്ലാത്തൊരു സാമൂഹിക അന്തരീക്ഷം അവർക്ക് ചുറ്റും ഉണ്ടാക്കി കൊടുത്തത് ഈ ഡാൻസ് ഓഫ് ടീമാണ്. ഇതിപ്പോൾ ഇവര് മാധ്യമങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണ് അവർ ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് ഇരിക്കുന്നത്. പോലീസിൽ നിന്ന് ലഭിക്കുന്നത് ചില വിവരങ്ങൾ കറക്റ്റ് ആയിരിക്കും, ചില വിവരങ്ങൾ അവർ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊടിപ്പും തൊങ്ങലുമൊക്കെ വെച്ചിട്ട് കത്തിച്ച് കയറ്റി അങ്ങ് വിടും, വല്ലാണ്ട് തീ കൊടുത്ത് വിട്ടുകളെ. മാധ്യമങ്ങളാണ് ഇതിനൊരു വിസിബിലിറ്റി ഉണ്ടാക്കി കൊടുത്തത്. ഡാൻസ് ഓഫ് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു, കോഴിക്കോട് ഡാൻസ് ഓഫ് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികൾ ചിലപ്പോൾ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിപ്പിച്ച് കളയാൻ അത് മാത്രം മതി. ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതം നശിക്കാനും അയാളുടെ ഭാവിയെ ഇരുട്ടിലേക്ക് തള്ളിയിടാനും ഒരു പലപ്പോഴും പണ്ടത്തെ കഥകളിൽ പറയുന്ന പോലെ ഒരു പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന കുട്ടമ്പുള്ള പോലീസുകാരൻ്റെ
പേനത്തുമ്പിലാണ് ഒരു ചെറുപ്പക്കാരൻ്റെ നാട്ടിലൊരു ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇരിക്കുന്നതെന്ന് പണ്ട് പല നാടകങ്ങളിലും എഴുതി വെച്ചിട്ടുള്ള ഡയലോഗാണ്. അതുപോലെ ഇവരിത് എഴുതി വെച്ച് ഇങ്ങനെയുള്ള രീതികൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ആളുകളുടെ ജീവിതം പോയെന്നേ. ഇതിപ്പോൾ നാട് മൊത്തം ഇവർക്ക് ബോർഡും വെച്ച് കിടക്കാൻ പോയി, എന്നെ പിടിച്ചില്ല, എന്നെ ജോലി നേടി കോഴിക്കോട് എത്തിയവർക്ക് ഇനിയൊരു ജോലി നേടാനുള്ള സാഹചര്യം പോലും ഇല്ല. ഇപ്പോൾ ജോലിയില്ല, ഇറങ്ങിക്കഴിഞ്ഞിട്ടും ജോലിയില്ല, ദീർഘകാലം ജയിലിൽ കിടന്നു. മകനോട് അമ്മ പറഞ്ഞു, അമ്മ മരണപ്പെട്ട് കഴിഞ്ഞാൽ മകൻ വന്ന് കാണണ്ട, കാണാൻ വരികയാണെങ്കിൽ സമൂഹം നിന്നെ കളിയാക്കും, മരണപ്പെട്ടു പോയാലും അതെനിക്ക് സഹിക്കില്ല എന്ന് അമ്മ പറഞ്ഞു പോലും എന്നാണ് അമ്മയുടെ പ്രതികരണം ഈ വിഷയത്തിൽ. ഇവരുണ്ടാക്കി കൊടുത്തിരിക്കുന്നതാണ്, രണ്ട് ചെറുപ്പക്കാർക്ക് ഉണ്ടാക്കി കൊടുത്ത ചുറ്റുപാടാണിത്. ഇത് നമ്മളെന്താ പറയുക, കാതടച്ച് വെടിവെക്കുക എന്നുള്ള പരിപാടികളാണ് ചില സമയത്ത് ഇവർ. കാടടച്ച് വെടിവെക്കുക എന്ന് പറയുന്ന പരിപാടിയാണ് ഇവർ ചില സമയത്ത് കാട്ടിക്കൂട്ടിക്കൊണ്ട് ഇരിക്കുന്നത്. അതൊരു വല്ലാത്ത പ്രവൃത്തിയായി മാറുന്നു. ഇപ്പം ഇവരിപ്പം അതിൽ തന്നെ ഇരിക്കുന്ന ഇപ്പം നടക്കാവ് SHO ഈ കാര്യത്തിലൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. നടക്കാവ് SHO N പ്രജീഷ് എന്ന് പറയുന്ന നടക്കാവിലെ SHO ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിരിക്കുന്നത്, രണ്ട് ചെറുപ്പക്കാരുടെയും പക്കൽ ഡാൻസ് ഓഫ് പിടികൂടുമ്പോൾ അവരുടെ വിശ്വാസം അത് NDMA തന്നെ ആയിരുന്നു എന്നാണ്. കുറ്റം രണ്ട് പ്രതികളും അന്ന് സമ്മതിച്ചിരുന്നു. പക്ഷേ ഇവരും കബളിപ്പിക്കപ്പെടുകയായിരുന്നു. MDMA വാങ്ങാൻ വേണ്ടി മംഗലാപുരത്ത് പോയ ഇരുവർക്കും അവിടെയുള്ള കച്ചവടക്കാർ നൽകിയത് കൽക്കണ്ടം പൊടിച്ച് ഇവരെ കബളിപ്പിക്കുകയായിരുന്നു. ഇതാണ് തൊഴിൽരഹിതരായ രണ്ടു പേർക്ക് ഈ പ്രത്യേകിച്ച് ജോലി ആവശ്യത്തിനായി കോഴിക്കോട് നഗരത്തിലേക്ക് വരുമ്പോൾ ഇവർക്ക് MDMA പോലൊരു ലഹരി വാങ്ങണമെങ്കിൽ അതിന് ഭീമമായൊരു തുക മംഗലാപുരത്ത് നിന്ന് വാങ്ങി കോഴിക്കോടേക്ക് വിൽക്കുവാൻ കൊണ്ടുവന്നതായിരുന്നു. മംഗലാപുരത്ത് നിന്നും വാങ്ങി വിൽക്കുവാൻ വേണ്ടി ഇവർ കൊണ്ടുവന്നതാണ്. ഇവരെ പിടിച്ചപ്പോൾ ഇവർ കുറ്റം സമ്മതിച്ചു എന്നാണ് N പ്രജീഷ് എന്ന് പറയുന്ന SHO പറയുന്നത്. രണ്ടുപേരും കുറ്റം സമ്മതിച്ചു, അന്ന് കുറ്റം സമ്മതിച്ചിരുന്നു. പക്ഷേ അവരും ഡാൻസ് ഓഫും കബളിപ്പിക്കപ്പെട്ടു. അവർ കബളിപ്പിക്കപ്പെട്ട എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മംഗലാപുരത്ത് നിന്ന് കൽക്കണ്ടം പൊടിച്ച് ഇത് MDMA ആണെന്ന് പറഞ്ഞ് ഇവർക്ക് കൊടുത്തു വിട്ടു. ഇവരത് MDMA ആണെന്ന് പറഞ്ഞ് ഇവിടെ വിൽക്കാൻ കൊണ്ടുവന്നതാണ് N പ്രജീഷ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്, അതായത് SHO പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതായത് രണ്ടുപേരും കബളിപ്പിക്കപ്പെടുകയായിരുന്നു, ഇതാണ് സംഭവിച്ചതെന്നാണ് പറയുന്നത്. 100 ഗ്രാം MDMA അവിടെ നിന്ന് 100 ഗ്രാം കൽക്കണ്ട ഇവർ വാങ്ങിയെന്ന് ഈ പറയുന്ന SHO തന്നെ പറയുന്നു. 100 ഗ്രാം വാങ്ങിയതിൽ ബാക്കിയുള്ളത് ഇവർ തിന്നു. കൽക്കണ്ട വിൽക്കാൻ കൊണ്ടുവരുന്ന ഇതുമാതിരി തിന്നു, അത് കൊള്ളാമല്ലോ, അതെന്നെ ഏർപ്പാടാ. അല്ല MDMA കഴിക്കുന്നതാണ്, ഇത് വലിച്ച് കയറ്റിയല്ലേ. ഇതൊക്കെ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടെന്നേ, ഇതിന് പല സ്റ്റൈലും ഉണ്ട്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും നീ ഇതും പഠിപ്പിച്ചു കൊടുക്കുമെന്ന് പറയും. ഇതാണ് ഇതിലുള്ളൊരു വലിയ കുഴപ്പം. അപ്പോൾ ഇത് തട്ടിപ്പ് കാര്യത്തിലുണ്ട്. ഇതിൽ തട്ടിപ്പ് നടത്താൻ പറ്റും, ഇതിൻ്റെ അളവ് കൂട്ടാൻ പറ്റും. അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 ഗ്രാം MDMA എന്ന് പറയുന്ന സാധനത്തിനകത്ത് വളരെ ചെറിയ തരികൾ മാത്രം എടുക്കുക. അതിൽ കോൾഗേറ്റ് ഈ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുക. എലിവിഷം വളരെ ചെറിയ രീതിയിൽ ഉപയോഗിക്കുക. ഇത്തരം സാധനങ്ങൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ MDMAക്ക് തുല്യമായിട്ടുള്ള കിക്ക് ഇതിന് കിട്ടും. പറഞ്ഞു കൊടുക്കണേ അല്ല, ഒറ്റ കാര്യമുള്ളൂ, കിഡ്നി അടിച്ചു പോകും, ലിവറും അടിച്ചു പോകും. യഥാർത്ഥ MDMA ഉപയോഗിക്കുന്നവൻ 10 വർഷം ജീവിക്കുമെങ്കിൽ ഈ സാധനം ഉപയോഗിക്കുന്നവൻ 2 കൊല്ലം കൊണ്ട് തട്ടിപ്പോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. എലിവിഷം അതായത് പേസ്റ്റ് ചുണ്ണാമ്പ് ചേർത്ത് മിക്സ് ചെയ്യും, എന്നിട്ട് MDMAയുടെ ഏതാനും തരി മാത്രം ഉപയോഗിക്കും. അതായത് 1 ഗ്രാം MDMA ഉണ്ടാക്കിയെടുക്കും ഏതാനും തരികൾ കൊണ്ട് മാത്രം. ഇത് MDMA ആണെന്ന് പറഞ്ഞ് ഇത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഈ സാധനം ഇന്ത്യയിലില്ല, കേരളത്തിലും ഇല്ല, ഇത് പുറത്തുനിന്ന് വരികയാണ്. ഈ വ്യാജന എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? മൈസൂരു, ബാംഗ്ലൂരു, രണ്ടിടത്താണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ മൈസൂരു, ബാംഗ്ലൂരു, ആന്ധ്ര, 3 ഇത് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3 ഈ ഇന്ത്യ മൊത്തത്തിൽ വ്യാജം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഈ സാധനത്തിലൊരു വ്യാജന ഉണ്ടെന്നേ. യഥാർത്ഥ MDMA ഞാൻ പറഞ്ഞല്ലോ, യഥാർത്ഥ MDMA വലിച്ചു കയറ്റുന്നവൻ ഒരു 10 കൊല്ലം ജീവിക്കുമെങ്കിൽ ഇത് 2 കൊല്ലം കൊണ്ട് അടിച്ചു പോകും. ആദ്യം ഡയറക്റ്റ് കിഡ്നി അടിച്ചു പോകും. ആരോട് വേണമെങ്കിലും എക്സൈസിൽ ആരോട് വേണമെങ്കിലും പോയി ചോദിച്ചു നോക്കും, അവർ പറഞ്ഞു തരുത്. വ്യാജ MDMA ഇഷ്ടംപോലെ ഇവിടെ പിടിച്ചിട്ടുണ്ട്. പിടിച്ചിട്ട് ടെസ്റ്റ് ചെയ്ത് രാസപരിശോധന നടത്തുമ്പോഴത്തേക്ക് വരുന്ന കണ്ടന്റ് ഇതൊക്കെയാണ്. ചുണ്ണാമ്പ് MDMA ഉണ്ട്, ചുണ്ണാമ്പുണ്ട്. ചുണ്ണാമ്പ് എവിടുന്ന് വന്നു? MDMAയിൽ. പേസ്റ്റ് എവിടുന്ന് വന്നു? എലിവിഷം എവിടുന്ന് വന്നു? ഇതാണ് ഇതിനകത്ത് മിക്സ് ചെയ്ത് കയറ്റി ഉണക്കി പൊടിച്ച് കയറ്റി വിടുന്നത്. മറ്റവർ കാണിക്കുന്ന ഈ കഞ്ചാവ് കച്ചവടക്കാർ നടത്തുന്ന അതേ പരിപാടി, അവരുടെ പരിപാടി ഇതൊക്കെ തന്നെ. അവരാ കമ്മ്യൂണിസ്റ്റ് വെച്ച പറിച്ചുകൊണ്ട് വരും, എന്നിട്ട് വീടിൻ്റെ ടെറസ് ഉണ്ടല്ലോ, നല്ല ചൂടടിക്കുന്ന സ്ഥലത്ത് കൊണ്ടിട്ട് ഇതിനെ ഉണക്കും, എന്നിട്ട് ഇത് അടിച്ച് പൊടിക്കും.
എന്നിട്ട് കഞ്ചാവിനകത്ത് അടിച്ച് കയറ്റും, എല്ലാവിടെ വാരി മിക്സ് ചെയ്യും. കത്തിച്ച് വലിക്കുന്നവൻ കഞ്ചാവ് ഏതാ കമ്മ്യൂണിസ്റ്റ് വേഷം ഏതാണെന്ന് മനസ്സിലാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഏതായാലും 2 ചെറുപ്പക്കാരുടെ ജീവിതം കൂടി പോയി. അന്ന് ഈ കേസ് ഉണ്ടാകുന്നത് 2022 മലപ്പുറത്തുണ്ടാകുന്ന കേസ് ഒക്ടോബർ 24. ഈ സംഭവം ഉണ്ടാകുന്നത് 25 2000. 2 വർഷം ഏകദേശം ഒരു മാസം സമാന രൂപത്തിലുള്ള കേസസ് ഉണ്ടാകുന്നു. ഇത്തരം കേസുകൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി, അതായത് ഇതിനകത്ത് പ്രീവിയസ് ഹിസ്റ്ററി, ഇത്തരക്കാരുടെ പ്രീവിയസ് ഹിസ്റ്ററി എടുക്കണം. ഇവർക്ക് മുൻകാലങ്ങളിൽ ലഹരി ബന്ധങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇവരുടെ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ പോലീസ് സ്റ്റേഷനിൽ FIR ഇല്ലെങ്കിൽ, കേസ് ഇല്ലെങ്കിൽ പോലും നാട്ടിലെ പ്രശ്നക്കാരുടെ ലിസ്റ്റ് പറയലുണ്ടാവും. ഈ ഡാൻസ് ഓഫ് ടീം ആദ്യം അതാണ് ചെയ്യേണ്ടത്. പിടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഇയാളെക്കുറിച്ച് ഒരു എൻക്വയറി, അവരുടെ കൺസേൺഡ് സ്റ്റേഷൻ ഏതാണോ, ഇയാൾ താമസിക്കുന്ന സ്റ്റേഷൻ ഏതാണോ ആ സ്റ്റേഷനിൽ അന്വേഷിച്ചാൽ ഏകദേശം ഒരു 80% പേരുടെയും സ്വഭാവം നമുക്ക് കിട്ടും. സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ മതി. ചിലപ്പോൾ അവനെതിരെ പോലീസ് കേസൊന്നും കാണത്തില്ല, പക്ഷെ അവൻ പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായിരിക്കും, കുഴപ്പക്കാരനായിരിക്കും. അപ്പോൾ ഏകദേശം നമുക്ക് അറിയാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതെ, അതൊരു ഫോൺ കോൾ വിളിക്കേണ്ട കാര്യമല്ല ഉള്ളൂ. ഒരു ഫോൺ കോളിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ ഇയാൾ ഒരു കുഴപ്പത്തിലും പെടാത്ത ആളാണ്, നേരെ ചൊവ്വേ ജീവിക്കുന്ന ഒരാളാണ് എന്ന് നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനും, അല്ല ഒരു ജനപ്രതിനിധിയും, ഒരു വാർഡ് മെമ്പറാവാം, പഞ്ചായത്ത് പ്രസിഡന്റാവാം, ആരെങ്കിലും ആവട്ടെ, ഒരു സ്ഥലത്തെ SHO അല്ലെങ്കിൽ സ്ഥലത്ത് ദീർഘനാളായി ഇരിക്കുന്ന സ്റ്റേഷനിലിരിക്കുന്ന റൈറ്ററോ, അല്ലെങ്കിൽ ദീർഘകാലമായിരിക്കുന്ന ആളുകളാണ് ഈ റൈറ്റർ, ASI പോലെയുള്ള ഉദ്യോഗസ്ഥരൊക്കെ ദീർഘകാലം സ്റ്റേഷനിൽ തന്നെ ഇരിക്കും. മറ്റുള്ള SHO ഒക്കെ ഉള്ളൂ 3 വർഷം കഴിയുമ്പോൾ അത് ചാടിപ്പോകുന്നത്. SI SHO ഒക്കെ 3 വർഷം കഴിയുമ്പോഴത്തേക്ക് അവരെയൊക്കെ ഷഫിൾ ചെയ്ത് പോകാറുണ്ട്. ദീർഘകാലം ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ, ഇത് കൂടിപ്പോയ ഒരു 10-15 മിനിറ്റിൻ്റെ പണിയാണേ. അവൻ നല്ലവനാണ് എന്ന് ഇവരുടെ ഈ രണ്ടിടത്തുനിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരികയാണെങ്കിൽ അവൻ്റെ കയ്യിലിരിക്കുന്ന സാധനത്തിനെ കുറിച്ചുള്ള പരിശോധന പിന്നെ നടത്തണം. അതിന് ശേഷമേ അവനെ പിടിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ട് കൊടുക്കാവൂ, അല്ലാതെ എടുത്ത് ചാപ്പ് കുത്തിക്കളയരുത്. ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു യുവാവ് വണ്ടിയിൽ കയറി, ഒരു ചെറുപ്പക്കാരൻ ആ യുവാവിന് രാത്രിയിൽ ലിഫ്റ്റ് കൊടുത്തു, ഡാൻസ് ഓഫ് പിടിച്ചു. മറ്റവൻ കയറിയ ലിഫ്റ്റ് വാങ്ങിയവൻ ഇതുമായിട്ട് വന്നവനാ, LSD ഷാമ്പുമായിട്ട് വന്നവനാ. ഇവനും പ്രതി, ലിഫ്റ്റ് കൊടുത്തവനും പ്രതി, മറ്റവനും പ്രതി, 2 പ്രതി. മറ്റവൻ അവസാനം ആത്മഹത്യാശ്രമം നടത്തിയപ്പോഴാണ് വിവരം പുറത്തു വന്നത്. ശരി.